Good afternoon. Okay. നമ്മള് കഴിഞ്ഞ ദിവസം ഏതാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ലൊക്കേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. 4 പോയിന്റ് കംപ്ലീറ്റ് ആയിരുന്നു അല്ലെ. യെസ്. അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മുടെ റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ലൊക്കേഷൻ പറഞ്ഞത്? എവിടെ ആയിരിക്കണം ഇത്? ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. എവിടെ ആയിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. താരതമ്യേന കേട്ടോ, ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. താരതമ്യേന ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് അല്ലെ, CT, MRI സ്കാനേഴ്സ് പോലുള്ള സ്പെഷ്യലൈസ്ഡ് സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായിട്ടുള്ള എക്യുപ്മെന്റ് വെക്കാൻ ഏറ്റവും അനുയോജ്യം ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഏറ്റവും നല്ല ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഡിപ്പാർട്ട്മെന്റ് വോക്കിംഗ് പേഷ്യൻസിന് മാത്രമല്ല, നടക്കാൻ കഴിയാത്ത റാപ്പിഡ് ആയിട്ട് സ്കാനിങ് ആവശ്യമുള്ള എമർജൻസി പേഷ്യൻസിനും കൂടി കെയർ നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് റീച്ചബിൾ ടു ഈസിലി റീച്ചബിൾ ടു OPD പേഷ്യന്റ്, ഇൻ പേഷ്യന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിലൊക്കെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. 4 പോയിന്റ്സ് അതാണ് പറഞ്ഞത്. നെക്സ്റ്റ് പേജ് നമ്പർ അജയ്ക്ക് പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തേ. 37 ട്ടോ, 37. നെക്സ്റ്റ് നോക്കിയേ, 5ാമത്തെ പോയിന്റ് എന്താ? ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ബിറ്റ്വീൻ അതർ ഡിപ്പാർട്ട്മെന്റ്സ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കരുതെന്ന്. ഈ റേഡിയോളജിനെ ഒരു പ്രത്യേക വെച്ചാൽ അവിടേക്ക് എക്സ്റേ സ്കാനിങ് അങ്ങനെയൊക്കെ പറയുന്നവർക്ക് മാത്രം പോയാൽ മതിയല്ലോ. അപ്പൊ മറ്റുള്ള അപ്പൊ അവിടെ വലിയ തിരക്കോ കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി, അതായത് 2 ഡിപ്പാർട്ട്മെന്റുകൾ വേറെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിൽ വെക്കരുത്. അതിനൊരു സെപ്പറേറ്റ് ചെയ്ത് തന്നെ നിർത്താം. അപ്പൊ അത് നമുക്ക് അവിടെ തിരക്കുകൾ കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് കാണേണ്ട ആളുകളുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതാ പറഞ്ഞത്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിൽ കൊണ്ടുവന്ന് വെക്കരുത്. അടുത്ത് നോക്കിയേ, ഇറ്റ് ഷുഡ് ഹാവ് സം റൂം ഫോർ എക്സ്പാൻഷൻ അറ്റ് എ ലേറ്റർ ഡേറ്റ്. പിന്നീട് നമുക്കപ്പോ ഈ ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്തു, അതനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ അതും കൂടി കാണണം. അതിനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടോ? അങ്ങനെ പിന്നീട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ആ ഒരു സൗകര്യം കൂടി വേണം. അപ്പൊ കുറച്ചും കൂടി സ്പേസ് ഒക്കെ ഇട്ട് വേണമെന്ന് നമുക്ക് അതിനോട് എക്സ്പാൻഡ് ചെയ്തെടുക്കണമെങ്കിൽ. ഇപ്പൊ നമ്മൾ അതാണ് ഇപ്പൊ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ എക്സ്പാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലേ. അത് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യണം, കുറച്ചും കൂടി വിഷ്വൽസ് വരണം, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടി വലുതാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല അല്ലെ. അതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നീടുള്ള രീതികളാൽ പിന്നീട് അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടായിരിക്കണം. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിൾ ആയിട്ടെന്ന് വെച്ചാൽ വഴുവഴുപ്പുള്ളത് അല്ലെ, എളുപ്പമുള്ളത്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഡിബിലിറ്റി, പിന്നീട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ, വികസിപ്പിക്കാൻ. എക്സ്പാൻഡിബിലിറ്റി ആൻഡ് അപ്ഗ്രേഡബിലിറ്റി, പുതിയത് അപ്ഡേറ്റ് ചെയ്യാൻ, പുതുക്കാനായിട്ട്. ഇതെല്ലാം എന്ത് ചെയ്യണം? റിക്വയർ ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ സെറ്റിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്. ആ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് നോക്കിയേ. ടെക്സ്റ്റില് കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് ശരിയാക്കാം കേട്ടോ. സെറ്റിംഗ് എന്നാണ്, SETTING. ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഡിബിലിറ്റി ആൻഡ് അപ്ഗ്രേഡബിലിറ്റി. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയോ? പിന്നെ നമ്മൾ 3 പോയിന്റ്സ് പറഞ്ഞത്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കരുത്. പിന്നീട് അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടായിരിക്കണം. പിന്നെ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. 37 ട്ടോ പേജ് നമ്പർ. അത് പിന്നീട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സൗകര്യം കൂടി വേണം. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. എക്സ്പാൻഡിബിലിറ്റി, അത് എക്സ്പാൻഡ് ചെയ്യാനുള്ളത് വേണം. അപ്ഗ്രേഡ്, പുതിയ പുതിയ കാര്യങ്ങൾ പുതുക്കാനായിട്ട് അല്ലെങ്കിൽ നവീകരിക്കാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത് കൺസിഡർ ചെയ്യണം. ക്ലിയർ അല്ലേ? ലൊക്കേഷനുമായി ബന്ധപ്പെട്ട്
കറക്റ്റ് ആണോ അല്ലെങ്കിൽ കറക്റ്റ് ആയത് ഏത് എന്നൊക്കെ നമുക്ക് ഓപ്ഷൻസ് ചോദിക്കാം കേട്ടോ. പിന്നെ കൂടുതൽ ചോദിച്ചേക്കുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഐഡിയലി ഓൺ ദ ഡാർക്ക് ഫ്ലോർ, അങ്ങനെ ആ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ചെയ്തും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നാലാമത്തെ പോയിന്റും ഒന്ന് നോട്ട് ചെയ്തോ. Should be easily reachable to OPD patients, inpatients, emergency department. Then next ആണ് physical facilities and space necessities. എന്തൊക്കെയാണ് നമ്മൾ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് വേണ്ട ഫെസിലിറ്റികൾ, സൗകര്യങ്ങൾ അല്ലെങ്കിൽ സ്പേസ്, ആവശ്യമായിട്ടുള്ള സ്പേസുകൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വേണം ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില്. ഓക്കെ, റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ. ഫസ്റ്റ് എന്ത് വേണം? റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ. നമ്മൾ ചെല്ലുമ്പോ നേരെ ഓടിച്ചെന്ന് സ്കാനിങ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്റേ എടുക്കാൻ നേരെ റൂമിലേക്കാണ് പോണേ. റേഡിയോളജിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം അല്ലെ? എന്നിട്ട് നമുക്ക് അവിടെ ഒരു നമ്പർ ഒക്കെ തരും, ടോക്കൺ നമ്പർ ഒക്കെ തരും. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. നമ്മുടെ ഡീറ്റെയിൽ എന്താണ്, സ്കാനിങ് ആണോ എക്സ്റേ ആണോ ഏത് സ്കാനിങ് ആണ് എന്നൊക്കെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചിട്ട് നമുക്കൊരു ടോക്കൺ നമ്പർ പോലെ തരും അല്ലെ? എന്നിട്ട് അല്ലെങ്കിൽ നമ്പർ തരും. എന്നിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് അവിടെ ഓർഡർ അനുസരിച്ചിട്ടാണ് അവിടേക്ക് പോകുന്നത്. അപ്പൊ അവർക്കൊക്കെ എന്താ അത് രജിസ്റ്റർ ചെയ്യാനുള്ള റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ, അങ്ങനെ ഒരു ഏരിയ വേണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ. അങ്ങനെയുള്ള ഒരു ഏരിയ വേണം. Then അടുത്ത നോക്കിയാൽ പേഷ്യൻസ് വെയിറ്റിംഗ് റൂം. പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനുള്ള റൂം വേണം. ഇപ്പൊ വന്ന എല്ലാവരെയും 10 പേരുണ്ടെങ്കിൽ 10 പേരെ ഒരുമിച്ച് ചെയ്യാൻ പറ്റൂല്ലോ അല്ലെ? അപ്പൊ പേഷ്യൻസിന് മറുപടി അവരുടെ കൂടെ വന്നവർക്കൊക്കെ വെയിറ്റ് ചെയ്യണ്ടേ? നിങ്ങളും ലാബിലും റേഡിയോളജിയിലൊക്കെ പോയി വെയിറ്റ് ചെയ്യണ്ടാവും അല്ലെ? അവർക്കൊക്കെ ഇരിക്കാനായിട്ടുള്ള ഒരു വെയിറ്റ് ചെയ്യാനുള്ള അതിനുള്ള ഒരു റൂം വേണം. സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. ഉണ്ടോ? എന്ത് വേണം? ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയ വേണം. എന്തിനു വേണ്ടി? ഇപ്പൊ കളക്ട് ചെയ്യാൻ, റിപ്പോർട്ടുകൾ സെപ്പറേറ്റ് ചെയ്യാനും കളക്ട് ചെയ്യാനും ഒക്കെ സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയ വേണം. അടുത്തതാണ് റേഡിയോളജിസ്റ്റ് ഓഫീസ്. ഒരു റേഡിയോളജിസ്റ്റിന് ഒരു ഓഫീസ് വേണം കേട്ടോ. റേഡിയോളജിസ്റ്റ് ഓഫീസ് ലൊക്കേറ്റഡ് ക്ലോസ് ബൈ ദ എക്സ്റേ റൂം. എക്സ്റേ റൂമിനോട് ചേർന്ന് തന്നെ ഒരു റേഡിയോളജിസ്റ്റിന് അവർക്ക് ഇരിക്കാനുള്ള ഒരു റൂം വേണം. And should have a provision for viewing and charting the film. ആ എക്സ്റേ ഫിലിംസ് കാണാനും അതുപോലെ ചാർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യം അത് നമ്മളോട് പറയാനൊക്കെ ആയിട്ട് റേഡിയോളജിസ്റ്റിന് ഒരു ഓഫീസ് വേണം അല്ലെ? നമ്മൾ ഇതിന്റെ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരാനും കാണിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു റേഡിയോളജിസ്റ്റിന് ഓഫീസ് വേണം. അങ്ങനെയാണ് ആ ഫിസിക്കൽ ഫെസിലിറ്റി അല്ലെങ്കിൽ സ്പേസ് നെസസിറ്റിയിൽ വരുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാ? റിസപ്ഷൻ കൺട്രോൾ രജിസ്ട്രേഷൻ ഏരിയ, പേഷ്യന്റ് വെയിറ്റിംഗ് റൂം, സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ, റേഡിയോളജിസ്റ്റ് ഓഫീസ്. അത്രയും അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. അത്രയും ഫെസിലിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്. ക്ലിയർ അല്ലേ? റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ, പേഷ്യന്റ് വെയിറ്റിംഗ് റൂം, സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ, റേഡിയോളജിസ്റ്റ് ഓഫീസ്. നെക്സ്റ്റ് ആണ് ഇനി റേഡിയേഷൻ റിസ്കുകള്. ഇവിടെ റേഡിയേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും ഒക്കെ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പൊ സ്കാനിങ് ഒക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടോ എന്ന് നോക്കട്ടെ. ഇല്ല. അഞ്ജലി ഇവിടെ കപ്പിട്ടുണ്ട് കേട്ടോ. ഇല്ലാന്ന്. വേറെ പ്രശ്നവും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോ നമുക്ക് റേഡിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റിസ്കുകൾ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ചില ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്ന് വെച്ചാൽ ആരും നമുക്കിപ്പോ ഡയഗ്നോസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഇത് ചെയ്യണം അല്ലെ? ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ആണ് എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ റിസ്കുകൾ ഉണ്ടാവാം. അതെന്തൊക്കെയാണ്? അത് 2 ടൈപ്പ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സിവിയർ എഫക്റ്റ് ഉണ്ട്. സിവിയർ എഫക്റ്റ് അതായത് അതികഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കേട്ടോ. സിവിയർ എഫക്റ്റ് അതായത് ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. അതായത് വലിയ ഡോസാണ് കുറച്ച് സമയത്തേക്ക്.
കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ ഡോസ് ഏൽക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ വലിയ ഡോസ് എടുക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ട അല്ല നമുക്ക് വരുന്ന കുറച്ച് അപകട സാധ്യത അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. സിവിയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സിവിയർ അതായത് ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം, കുറച്ച് സമയമാണ് പക്ഷെ വലിയ ഡോസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മള് സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്, ഗ്യാസ്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരാം. സെറിബ്രൽ എന്ന് പറഞ്ഞാൽ എന്താ? തലയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ? സെറിബ്രലുമായിട്ട്, ഗ്യാസ്ട്രിക് എന്ന് വെച്ചാൽ വയറുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം. ഇനി സെറിബ്രൽ എഫക്റ്റിൽ വരുന്നത് അത് അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അല്ലെ എന്തൊക്കെയാണ് നോക്കി. കൺവൽഷൻസ് എന്ന് പറഞ്ഞാൽ വിറയില് വരാന്ന്. ചിലർക്ക് എന്താ പറയാ, ഈ റേഡിയേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ വിറയില് വരാം, ഷിവറിങ് വരാം കേട്ടോ. കൺവൽഷൻസ് അത് മീനിങ് അറിയില്ലാത്തവര് ടെക്സ്റ്റിൽ തന്നെ ഒന്ന് എഴുതി വെച്ചോട്ടോ. വിറയല്, ഷിവറിങ് ആണ്. ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ. ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ച മങ്ങാം, അതായത് കാഴ്ച മറിക്കുന്നു. നമ്മള് നല്ല കാണാൻ പറ്റില്ല, കാഴ്ചക്കൊന്നും മങ്ങുന്ന അവസ്ഥ കേട്ടോ. അതാണ് ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, കാഴ്ച മറിക്കുന്നു, അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഹെഡ് ഏക്ക്, തലവേദന. ഇത് മൂന്നും സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിവിയർ എഫക്റ്റ് ആണ്. ഏതാ? കൺവൽഷൻസ്, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, ഹെഡ് ഏക്ക്. മൂന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. വിറയില് വരാം, കാഴ്ച നമുക്ക് മങ്ങാം, തലവേദന വരാം, ഹെഡ് ഏക്കും വരാം. ഇനി ഗ്യാസ്ട്രിക്കുമായിട്ട്, വയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്? നോസിയ. നോസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കാനം. ഇങ്ങനെ ഓക്കാനം വരില്ലേ, ഒരു വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഓക്കാനം വരാം. വോമിറ്റിംഗ് വരാം. ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. ലോക്കലൈസ്ഡ് പെയിൻ എന്ന് പറഞ്ഞാൽ വയറ് മുഴുവന് വേദനയല്ല, വയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഒരു സ്പെസിഫിക് പാർട്ടില് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗത്ത് ഉണ്ടാകുന്ന വേദനയാണ് കേട്ടോ. only one area of the abdomen is itching. ഏതെങ്കിലും ഒരു ഭാഗത്ത് അങ്ങനെ ഒരു പ്രത്യേക ഇതായിട്ട് വേദന വരുന്നതാണ്. അപ്പൊ ഇത് മൂന്നും ഗ്യാസ്ട്രിക്കുമായിട്ട് അല്ലെങ്കിൽ വയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. നോസിയ, വോമിറ്റിംഗ് ആൻഡ് ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. വയറിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഉണ്ടാകുന്ന വേദന, ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിട്ട്, മൊത്തമായിട്ടല്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാകുന്ന വേദന. ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? അനീമിയ. അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ? വിളർച്ച. നമുക്ക് ബ്ലഡ് ബാങ്കിലും പഠിക്കാനുണ്ട് കേട്ടോ. ഇതിനകത്ത് ആവശ്യത്തിന് RBC സെൽസ് ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. RBC ആ ഒരു ഇതാണ് അനീമിയ എന്ന് പറഞ്ഞാൽ. വിളർച്ച എന്നൊന്ന് എഴുതി വെച്ചാൽ അറിയില്ലാത്തവര് കേട്ടോ. വിളർച്ച, ബ്ലഡില് ആവശ്യത്തിന് ഹെൽത്തി RBC റെഡ് ബ്ലഡ് സെൽസ്, രക്തകോശങ്ങള് RBC ഇല്ലാത്ത ഒരവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്, വിളർച്ച. അടുത്തതാണ് ലുക്കീമിയ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ലുക്കീമിയ എന്താ? ലുക്കീമിയക്ക് പറയുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ ലുക്കീമിയ എന്ന് പറഞ്ഞ എന്താ? അതിന് കേട്ടിട്ടില്ലേ? ക്യാൻസർ അല്ലേ? ബ്ലഡ് ക്യാൻസർ, ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അപ്പൊ അങ്ങനെ ക്യാൻസർ വരാം, ലുക്കീമിയ. സോറി, ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്തല്ലേ? മാരോ ഡിപ്രഷൻ ആട്ടോ. അത് ക്രോണിക് ആണ്, ഞാൻ പെട്ടെന്ന് മാറിപ്പോയത്. താഴെ മിഡ് ബ്ലഡ് നോക്കി. ഇവിടെ നമ്മൾ പറഞ്ഞത് ഏതാ? ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അനീമിയ വരാം. പിന്നെ അടുത്തത് മാരോ ഡിപ്രഷൻ, രണ്ടാമത്തെ സിവിയർ എഫക്റ്റിൽ വരുന്ന കേട്ടോ. മാരോ ഡിപ്രഷൻ, അതായത് അസ്ഥിമജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ, അതാണ് മാരോ. മജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ. അത് രണ്ടുമാണ് കേട്ടോ ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് സിവിയർ എഫക്റ്റിൽ വരുന്നത്. അനീമിയ, മാരോ, ഡിപ്രഷൻ. അത് മൂന്ന് വ്യക്തമാക്കി വെക്കാം. സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കൺവെൻഷൻസ്, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, ഹെഡ് ഏക്ക്. ഗ്യാസ്ട്രിക്കുമായിട്ട്, വയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് നോസിയ, വോമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ.
ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് സിവിയർ എഫക്റ്റില് രണ്ടെണ്ണം പറയുന്നത് അനീമിയ ഉണ്ട്, മാരോ ഡിപ്രഷൻ. ജസ്റ്റ് ആ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇപ്പൊ ഗ്യാസ്ട്രിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏത്, ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏത്, അങ്ങനെയൊക്കെ നമുക്ക് മാറിയൊക്കെ ചോദിക്കാം കേട്ടോ. ഇനി അടുത്തതാണ് ക്രോണിക് എഫക്റ്റ്. ക്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മള് മോർണിംഗ് ടു കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പ്ലോഷർ. ഇവിടെ എന്താ, നിരന്തരമായിട്ട് ചെറിയ എക്സ്പ്ലോഷർ മൂലം ഉണ്ടാകുന്ന ഒരു എഫക്റ്റ്, അതാണ് ക്രോണിക് എഫക്റ്റ് എന്ന് പറയാം കേട്ടോ. നിരന്തരമായിട്ട് ചെയ്യുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റേഡിയേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നിരന്തരമായിട്ട് ഉണ്ടാകുന്നത്, എന്നാൽ ചെറിയ തോതിൽ, ചെറിയ ഡോസ് ആണ്. അങ്ങനെ അതാണ് ക്രോണിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് രണ്ടും മനസ്സിലാക്കി വെക്കണം. സിവിയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹെവി ഡോസ് ആണ് നൽകുന്നത്. ഹെവി ഡോസിൽ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം, കുറഞ്ഞ സമയത്തില് എന്താ വലിയ ഡോസ്. ഇവിടെ എങ്ങനെയാ ക്രോണിക് എഫക്റ്റോ, അതായത് നമുക്ക് സ്ഥിരമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയാ ചെറിയ ഒരു എക്സ്പ്ലോഷർ ആയിരിക്കും വരുന്നത്. അതാണ് ക്രോണിക് എഫക്റ്റ്. അതിൽ നമ്മൾ 4 പറയുന്നത് സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവാം, കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവാം, മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ സ്കിന്നുമായിട്ട് എന്തൊക്കെയാണ് അതിന്റെ ഒരു പരിണിത ഫലം എഫക്റ്റ് എന്ന് പറയുന്നത്? ഹെയർ ലോസ്, തലമുടി കൊഴിഞ്ഞു പോകാം. ക്രോണിക് എഫക്റ്റ് തലമുടി പൊടിഞ്ഞു പോകാം. ബ്രിട്ടിൽ നെയിൽ, ബ്രിട്ടിൽ നെയിൽ എന്ന് പറഞ്ഞാൽ നഖൊക്കില്ലേ, അത് എന്താ പറയാ പൊട്ടിപ്പോകാം. നഖമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണ്ടേ നമ്മുടെ നെയിലൊക്കെ, ഇതിപ്പോ എന്താ പറയുന്ന തിരിഞ്ഞെന്ന് വെച്ചാൽ പൊട്ടിപ്പോകാം, നഖമൊക്കെ പൊട്ടിപ്പോകാം. ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് അനീമിയ. അവിടെ നമ്മൾ ആദ്യം പറഞ്ഞതാണ് വിളർച്ച, അനീമിയ വിളർച്ച. ലുക്കീമിയ, അവിടെയാണ് കേട്ടോ ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ ആണ് എഴുതി വെച്ചു. ക്യാൻസർ ആണ് ലുക്കീമിയ എന്ന് പറയുന്നത്, ബ്ലഡ് ക്യാൻസർ. ഇനി കണ്ണിൽ എന്താ പ്രശ്നം ഉണ്ടാകാം? കാറ്ററാക്ട്. കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? തിമിരം. അറിയില്ലാത്തൊരു മീനിങ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. പ്രായമാർക്കൊക്കെ വരുന്നത് അത് എന്താ പറയാ, നിങ്ങൾ കേട്ടിട്ടില്ലേ? കാറ്ററാക്ട് തിമിരമാണ്, തിമിരം. അതേഴ്സ്, മറ്റുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റെറിലിറ്റി. സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വന്ധ്യത, കുട്ടികളില്ലാത്തൊരവസ്ഥ അല്ലെ, സ്റ്റെറിലിറ്റി. ഒബിസിറ്റി, ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ അമിതവണ്ണം. ക്യാൻസർ, മറ്റുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ ക്രോണിക് എഫക്റ്റിന്റെ. ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ അമിതവണ്ണം. ക്യാൻസർ, അടുത്തതാണ് ക്യാൻസർ. ഇപ്പൊ സ്കിന്നുമായിട്ട് എന്തൊക്കെയാ? ഹെയർ ലോസ്, ബ്രിട്ടിൽ നെയിൽസ്, ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് അനീമിയ, ലുക്കീമിയ. കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാകാം, ഏതാണ്? കാറ്ററാക്ട്. അതേഴ്സ്, മറ്റുള്ളത് ഏതൊക്കെയാ? സ്റ്റെറിലിറ്റി, ഒബിസിറ്റി, ക്യാൻസർ. സ്റ്റെറിലിറ്റി, ഒബിസിറ്റി, ക്യാൻസർ. ഇനി നെക്സ്റ്റ് ആണ് എന്താണ്? റെഗുലേറ്ററി ബോഡി. ഇത് മനസ്സിലായോ? റേഡിയേഷൻ റിസ്കുകൾ 2 നമ്മൾ പറഞ്ഞത്. അതിന്റെ കീഴിൽ വരുന്ന പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഏത്, അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, ഗ്യാസ്ട്രിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റേഡിയേഷൻ റിസ്ക് ഏത്, അങ്ങനെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രം പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അതിന്റെ എന്താണെന്നോ അല്ലെങ്കിൽ ഡെഫിനിഷനോ അല്ലെങ്കിൽ എന്താണെന്നോ അങ്ങനെ ചോദിക്കില്ല. പിന്നെ നമ്മൾ മലയാളം പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് വായിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഇനി അടുത്തതാണ് റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത്, AERB. അവിടെ എക്സ്പാൻഡഡ് ഫോം ആദ്യം തന്നെ നോട്ട് ചെയ്തു. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ് AERB എന്ന് പറയുന്നത്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, AERB. Atomic Energy Regulatory Board, AERB. AERB എന്ന് പറയുന്നത് റേഡിയേഷൻ സുരക്ഷാ കാര്യങ്ങള് നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ്. AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഇതൊരു ബോർഡാണ്. എന്താ? റേഡിയേഷൻ സുരക്ഷാ കാര്യങ്ങള് നിയന്ത്രിക്കുന്ന, അതിൽ റേഡിയേഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുക, നമുക്ക് വേണ്ട സുരക്ഷാ കാര്യങ്ങളൊക്കെ ഒരു നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ്. റേഡിയേഷൻ ചെയ്യുന്ന റേഡിയേഷൻസ് ഉപകരണങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങള് എന്താ പറയാ ഉറപ്പാക്കുന്നത്, ഉറപ്പുവരുത്താണ് ഈ AERB ചെയ്യുന്നത്. റേഡിയേഷൻ ഉപകരണങ്ങള്
റേഡിയേഷൻസിന്റെ ഒക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓരോ പേഷ്യന്റിന്റെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഇതൊക്കെ നമ്മൾ പബ്ലിക്കിന്റെ സുരക്ഷ ഇതൊക്കെ അടുത്ത പേജിൽ വരുന്നുണ്ട്. ഈ എന്താ പറയാ റേഡിയേഷൻ ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുകയാണ് AERB ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ഒരു ബോർഡാണ്. എന്താ റേഡിയേഷൻ സുരക്ഷകള് നിയന്ത്രിക്കുന്ന സ്ഥാപനം, അത്രയൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. റേഡിയേഷൻസ് അവിടെ റേഡിയേഷൻസ് സൗകര്യങ്ങളൊക്കെ നമ്മൾ അത് കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ് AERB എന്ന് പറയുന്നത്. അവിടെ എക്സാമിന് ചോദിക്കാൻ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. Expand AERB, Atomic Energy Regulatory Board, outlined by the central government, is the proficient authority as the regulatory board for granting. Granting അനുവദിക്കുക. Then renewal, renew ചെയ്യുക, പുതുക്കുക. Withdrawal, withdraw ചെയ്യുക. Then revocation, അസാധുവാക്കൽ. Consent എന്ന് വെച്ചാൽ സമ്മതം ഫോർ ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റീസ്. അതായത് നമുക്ക് എന്താ ഈ ന്യൂക്ലിയർ റേഡിയേഷൻ സൗകര്യങ്ങൾക്കുള്ള, അതായത് നമുക്കിവിടെ പറയാം റിന്യൂ ചെയ്യണമെങ്കിലോ ന്യൂക്ലിയർ റേഡിയേഷൻ സൗകര്യങ്ങൾക്കുള്ള റിന്യൂവല്, വിഡ്രോവല്, റിവൊക്കേഷൻ കോൺസെൻസ്, അതായത് അസാധുവാക്കുന്നത്, ക്യാൻസൽ ചെയ്യാനുള്ള സമ്മതങ്ങള് എന്നിവ നൽകുന്നതിനുള്ള ഒരു റെഗുലേറ്ററി ബോർഡ് എന്ന നിലയിൽ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ AERB എന്ന് പറയുന്നത് അതിനൊരു പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റിയാണ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു എന്താ പറയാ ഒരു AERB ഒരു അതിന് വേണ്ടിയിട്ട് എന്താ ഈ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറയുന്നത് റേഡിയേഷൻസ്, ന്യൂക്ലിയർ റേഡിയേഷൻസ് റിന്യൂവല്, വിഡ്രോവല്, റീവൊക്കേഷൻ കോൺസെൻസ്, ഗ്രാന്റിംഗ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെ ഇതൊക്കെ ചെയ്യുന്നതിനുള്ള ക്യാൻസൽ ചെയ്യുക, റിവൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക, സാധുവാക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനുള്ള അതൊക്കെ ചെയ്യുന്ന നിലയിൽ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റിയാണ്. അതാ ഞാൻ ഇത്രയും വളച്ചു കെട്ടി പറയുന്നത് ആദ്യം ആയിട്ട് ഒറ്റ സെന്റൻസിൽ പറഞ്ഞത്. റേഡിയേഷൻ സുരക്ഷാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥാപനം. ഓക്കെ, റേഡിയേഷൻസ് സുരക്ഷാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ് AERB എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ ആ പാരഗ്രാഫില് അതിന്റെ എക്സ്പാൻഡഡ് ഫോം മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കേട്ടോ. എല്ലാവരും ഭാര്യ വലിച്ച് നമുക്ക് അറിയാലോ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മൾ അതിന്റെ ഡെഫിനിഷനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എഴുതാനുണ്ടാവില്ല. അപ്പൊ അവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. അത് അതുപോലെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഡയഗ്നോസ്റ്റിക് ഏരിയയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് റേഡിയേഷൻസ് അല്ലെങ്കിൽ രോഗനിർണയം ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു റേഡിയോളജി റൂം എന്ന് പറയുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കണം? എന്റെ ഫസ്റ്റ് പോയിന്റ് ഓക്കെ, റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ്. സെക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിർത്തുക. സെക്ലൂഡഡ് ഒറ്റപ്പെടുക. നമ്മൾ പറഞ്ഞില്ലേ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിലൊന്നും കൊണ്ടുവന്ന് വെക്കരുതെന്ന റേഡിയോളജി. നോക്കിയാ റേഡിയോളജി റൂം എങ്ങനെയായിരിക്കണം? ഷുഡ് ബി സെക്ലൂഡഡ്, ഒറ്റപ്പെട്ട് നിൽക്കണം. സോ ദാറ്റ് ദ പീപ്പിൾ cannot come 1 meter of its outside wall. കണ്ടോ, ആളുകൾക്ക് അതിന്റെ പുറം ഭിത്തികളിൽ നിന്ന് നമ്മൾ 1 മീറ്റർ ഒരു എന്താ അവിടെ വരെ വരാൻ പറ്റുള്ളൂ. അതായത് ആ 1 മീറ്റർ അവിടെ ഗ്യാപ്പ് വേണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റേഡിയോളജി ആ റൂമിലേക്ക് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമോ? ഇപ്പൊ നമ്മളെന്താ പുറമെയുള്ള വാളിൽ നിന്ന് കുറച്ച് ദൂരെ ആയിരിക്കും അത്. 1 മീറ്റർ അവിടെ ഗ്യാപ്പ് വേണം എന്താ പറഞ്ഞേക്കണേ. 1 മീറ്റർ വരെയും നമുക്ക് അവിടെ ആളുകൾക്ക് വരാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. അത് ഒറ്റപ്പെട്ട് നിർത്തണം. അതായത് നേരെ റൂം തുറന്നിട്ട് നമ്മൾ റേഡിയേഷൻ ചെയ്യുന്നതല്ല, നമ്മൾ കുറച്ചവിടെ ഒരു ഗ്യാപ്പ് വേണം കേട്ടോ. ആ റേഡിയേഷൻസ് ഒക്കെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്, ഏക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അതിനെ എന്താ പറയാ അത് ഒറ്റപ്പെട്ട് നിർത്തണം. റേഡിയോളജി റൂം ഒറ്റപ്പെട്ട് നിർത്തണം എന്ന് പറയുന്നത്. അപ്പൊ അതായത് എന്താ 1 മീറ്റർ അവിടെ ഒരു വരെ ആളുകൾക്ക് വരാൻ കഴിയില്ല.
അത്രയും ഒരു ഗ്യാപ്പ് അവിടെ കീപ്പ് ചെയ്യണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. അങ്ങനെ തന്നെ സെന്റൻസ് ചോദിക്കാം. Radiology room are secluded so that the people cannot come dash meter of its outside wall. എത്രയാണ് കോമൺ ആയിട്ട് പറയുന്നത്? എത്രയാ? 1 meter. 1 meter ഗ്യാപ്പ് വേണം. Then window. ഇനി നോക്കി അവിടെ വിൻഡോ എങ്ങനെയാ? The windows are avoided. വിൻഡോ ഒഴിവാക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അധികം ജനലുകളൊന്നും ഉണ്ടാവില്ല അവിടെ. എന്താ? വിൻഡോസ് ഒഴിവാക്കണം എന്നാ പറഞ്ഞേക്കണേ. എന്തിനു വേണ്ടിയാ? ടു ലെസൺ. ലെസൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, കുറയ്ക്കുക. എന്ത് കുറയ്ക്കാനാ? The penetration of radiation in the nearby area. തൊട്ടടുത്തുള്ള ഏരിയയിലേക്കൊക്കെ ഈ റേഡിയേഷൻസ് പെനിട്രേറ്റ് ചെയ്യുക, അങ്ങോട്ട് വരാതിരിക്കുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വിൻഡോസ് ഒഴിവാക്കണം. ചിലതൊക്കെ ഉണ്ടെങ്കിൽ ആ ചിലതിന്റെ ഉള്ളിൽ കൂടെയൊക്കെ റേഡിയേഷൻസ് വരാനുള്ള പുറത്തേക്ക്. ആ ഒരു റീസൺ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ വിൻഡോ ഒഴിവാക്കണം എന്ന് പറയുന്നത്. The windows are avoided. എന്തിനാ? To lessen the penetration of radiation in the nearby area. തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് റേഡിയേഷൻസ് വരുന്നത്, പെനിട്രേറ്റ് തുളഞ്ഞു വരുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടി വിൻഡോസ് അവോയ്ഡ് ചെയ്യണം. അതും ഡയഗ്നോസ്റ്റിക് ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യാട്ടോ. എങ്ങനെയൊക്കെ ആയിരിക്കണം അതാ പറഞ്ഞേക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കി, ഓൾ വാൾസ്. ഇനി അവിടുത്തെ റേഡിയോളജി റൂമിന്റെ വാൾ എങ്ങനെയായിരിക്കണം, ഭിത്തി എങ്ങനെയായിരിക്കണം? വാൾസ് ആൻഡ് ഡോർസ് രണ്ട് പറയണ്ട കേട്ടോ. വാൾസ് ഡോർസ് എങ്ങനെയായിരിക്കണം? ടു ബി പെയിന്റഡ് വാഷബിൾ പെയിന്റ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി. എന്താ? നല്ല ക്വാളിറ്റിയിലുള്ള, നല്ല നിലവാരമുള്ള ഒരു വാഷബിൾ ആയിട്ട്, വാഷബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കഴുകാൻ പറ്റുന്ന രീതിയിലുള്ള പെയിന്റ്, അതുകൊണ്ടായിരിക്കണം ഈ വാളും ഡോറും ഒക്കെ പെയിന്റ് ചെയ്യാനായിട്ട്. എന്താ പറയാ? അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും റേഡിയേഷൻസ് ഒക്കെ വന്നതല്ലേ, അപ്പൊ എന്താ പെയിന്റ് ഒക്കെ ചീത്തയായി പോകാനും ഒക്കെ ഇതുണ്ട്. അപ്പൊ എന്താ പറയാ? അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള വാഷബിൾ പെയിന്റിംഗ് കൊണ്ട് തന്നെ വാളും ഡോറൊക്കെ പെയിന്റ് ചെയ്യണം. All walls and doors to be painted washable paints of good quality. Clear ആയോ? നല്ല ക്വാളിറ്റിയിലുള്ള വാഷബിൾ പെയിന്റ്സ് കൊണ്ട് തന്നെ ഡോറും വാളും ഒക്കെ പെയിന്റ് ചെയ്യണം. അതായത് ലോക്കൽ പെയിന്റ് ഒന്നും പാടില്ലാന്ന്, നല്ല ക്വാളിറ്റിയിലുള്ള പെയിന്റ് തന്നെ വേണം. Then അടുത്ത നോക്കിയേ, ആസ് പെർ ടു BARC. BARC എന്ന് പറഞ്ഞാൽ ബാബ എന്നാട്ടോ. അതിന്റെ ഒരു എന്താ പറയാ, ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. BARC, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. അവിടെയും അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എക്സ്പാൻഡ് BARC. BARC എന്ന് പറഞ്ഞാൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. എന്താ? മുംബൈ. ആസ് പെർ ടു BARC മുംബൈ, ദ വാൾസ് ഓഫ് ദ റേഡിയോളജി റൂം എങ്ങനെയായിരിക്കണം? ദ വാൾ നോക്കിയേ, ഷുഡ് ബി 9 inch thick കോൺക്രീറ്റ് വാൾ. കണ്ടോ? അവിടെ ഈ എന്താ പറയാ, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, അവിടെ ആ മുംബൈയിലെ അതിന്റെ വാൾസ്, റേഡിയോളജി റൂംസിന്റെ വാൾസ് 9 inch തിക്കിലുള്ള കോൺക്രീറ്റ് വാള് ആയിരിക്കണം. അല്ലെങ്കിൽ 14 inch തിക്ക് ബ്രിസ്ക് എന്നാട്ടോ, BRICK എന്നാണ്. ബ്രിസ്ക് മേസണറി വാൾസ്, അതായത് ബ്രിസ്ക് കല്ല് കൊണ്ടുള്ള ഇതില്ലേ, അങ്ങനെയുള്ള വാളായിരിക്കണം. കൽപ്പണി, അതാണ് മേസണറി വാൾസ്. കറക്റ്റ് ആണ് അല്ലേ? ബ്രിസ്ക് മേസണറി വാൾസ് ആയിരിക്കണം. അതാണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അവിടെ മുംബൈയില്. അവിടുത്തെ വാൾസ് എങ്ങനെയായിരിക്കും? അതനുസരിച്ച് വാൾസ് 9 inch തിക്കില് കോൺക്രീറ്റ് വാളോ അല്ലെങ്കിൽ 14 inches തിക്കിലുള്ള ബ്രിസ്ക് മേസണറി വാൾസോ ആയിരിക്കണം. As per BARC. Then keep minimum furniture. ഇനി പിന്നെന്താ? റേഡിയോളജി റൂമില് നമ്മുടെ വീട്ടിലുള്ള പോലെ കുറെ ഫർണിച്ചറുകളൊക്കെ വേണം, കൊണ്ടുവന്നിടാൻ പറ്റുമോ? എന്തോരം വേണം? കീപ്പ് മിനിമം ഫർണിച്ചർ. മിനിമം കുറച്ച് ഫർണിച്ചർ മാത്രം കീപ്പ് ചെയ്താൽ മതി കേട്ടോ. കീപ്പ് മിനിമം ഫർണിച്ചർ. Then അടുത്ത നോക്കിയേ, പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഗുഡ്സ്. വെന്റിലേഷൻ ഫ്യൂം ഗുഡ്സിന് വായു സഞ്ചാര മാർഗം, നല്ലൊരു വെന്റിലേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ജനലൊന്നും അധികം പാടില്ല എന്ന് പറഞ്ഞില്ലേ അല്ലെ, വിൻഡോസ് ഒക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ വെന്റിലേഷൻ വേണ്ടേ? അപ്പൊ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള നല്ല വായു സഞ്ചാര മാർഗം പ്രൊവൈഡ് ചെയ്യണം.
Provide ventilation, fume hoods. Provide ventilation, fume hoods. അടുത്ത നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ്, സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താ? ഇൻസ്റ്റോൾ എക്സ്റേ മെഷീൻ ഇൻ ദ കോർണർ so that there is enough moving space. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. എക്സ്റേ മെഷീൻ എവിടെ വെക്കണം എന്താ പറഞ്ഞിട്ട്, ഒരു മൂലയ്ക്ക്, ഒരു കോർണറിലായിരിക്കണം. എന്താ, അതൊക്കെ നല്ല വെയിറ്റ് ഉള്ള മെഷീനാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോണ്ട് നടക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ മെഷീൻ എന്താ, ഒരു കോർണറിൽ തന്നെ വെക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സ്പേസ് കിട്ടൂലേ അല്ലെ. ഒരു മൂലക്കയിലൊക്കെ ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സ്പേസ് കിട്ടും. നമുക്ക് ആവശ്യത്തിന് സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എക്സ്റേ മെഷീൻ കോർണറിൽ വെക്കണം. Then ലാസ്റ്റ് നോക്കി, the flooring, ഇനി തറ എങ്ങനെയാ, should be able to support a load of heavy machine, particularly if the lab is built on top floor. കണ്ടോ, ഇനി തറ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ വലിയ എക്സ്റേ മെഷീൻ, സ്കാനിങ് മെഷീൻ, ഇതൊക്കെ നല്ല ഒരു എന്താ പറയാ, നല്ല വെയിറ്റ് ഉള്ള മെഷീൻ അല്ലേ, ഹെവി മെഷീൻസ് ആണ്. അപ്പൊ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്താ, ഫ്ലോറ് അതിൻ്റെതായ നല്ല എന്താ പറയാ, നല്ല കട്ടി അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം. അപ്പൊ അതിന് ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, പ്രത്യേകിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, ലാബ് ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ. അപ്പൊ മുകളിലെ നിലയിലൊക്കെ ആണെങ്കിൽ ഫ്ലോർ നല്ല രീതിയിലായിരിക്കണം. താഴെയാണെങ്കിൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല അല്ലെ, എത്ര ലോഡാണെങ്കിലും താഴെ നമുക്ക് വേറെ താങ്ങിക്കോളും. പക്ഷെ മുകളിൽ ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ പ്രത്യേകിച്ച് പറയാണ്, ഫ്ലോറിന് ഇങ്ങനെയുള്ള മെഷീൻസിനെ, ഈ ഹെവി മെഷീൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്ലോറിന് അതിനുള്ള എന്താ പറയാ, അത്രയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ല ഒരു ബലത്തിൽ തന്നെ ആയിരിക്കണം ഫ്ലോറിങ്ങിന്. പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. 8 പോയിന്റ് ആണ്. ഏതെങ്കിലും പോയിന്റ്സ് ഒന്നുകൂടി പറയണോ നോക്കിയേ, എല്ലാവർക്കും ക്ലിയർ ആണോ? വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സ് എന്ന് പറഞ്ഞാൽ ഈ വായു സഞ്ചാര മാർഗം. അത് ജനലില്ലല്ലോ, നമ്മൾ പറഞ്ഞില്ലേ ജനലൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് എന്താ, റേഡിയോളജി റൂമിലേക്ക് എയർ വരുന്ന രീതിയിലുള്ള വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സുകൾ, വായു സഞ്ചാര മാർഗങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ ആണോ നോക്കി. 4th പോയിന്റ് അതായത് ഇവിടെ പറയുന്നത്, ഈ BRC എന്ന് പറഞ്ഞ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ്. അത് മുംബൈയിലുള്ളതാണ്. അതനുസരിച്ച് അല്ലെങ്കിൽ ആ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ മുംബൈയിലുള്ളത്, അതനുസരിച്ച് വാൾസ്, അതാണ് നിങ്ങൾ നോക്കിയാൽ മതി. ആ റേഡിയോളജി റൂമിന്റെ വാൾസ് എങ്ങനെയായിരിക്കണം, 9 ഇഞ്ച് തിക്കിലുള്ള കോൺക്രീറ്റ് വാളോ അല്ലെങ്കിൽ 14 ഇഞ്ച് തിക്കില് കട്ടിയിലുള്ള കല്ല് കൊണ്ട് പണിതയില്ലേ, അതാണ് ബ്രിസ്ക് മേസണറി വാൾസോ, അങ്ങനെ ആയിരിക്കണം. അത് BRC അനുസരിച്ച് തന്നെ, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അതനുസരിച്ച് തന്നെ. അപ്പൊ അവിടെ എന്താ പറയാ, ആ ഒരു ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നത്, റേഡിയോളജി റൂമിന്റെ വാൾസ് അത്രയും എന്താ പറയാ, ആ ഒരു തിക്നെസ്സിലായിരിക്കണം. 14 ഇഞ്ച് തിക്ക്, 9 ഇഞ്ച് തിക്കില് കോൺക്രീറ്റ് വാളോ അല്ലെങ്കിൽ 14 ഇഞ്ച് തിക്കില് ആ കട്ടിയ പറയുന്ന അത്രയും എന്താ പറയാ, ഇപ്പോഴും റേഡിയേഷൻസ് ഒക്കെ അവിടെ നടക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താ, നല്ല സ്ട്രോങ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് വാൾസ് പറഞ്ഞേക്കണേ. 9 ഇഞ്ച് തിക്കില് കോൺക്രീറ്റ് വാളും 14 ഇഞ്ച് തിക്കിലും ബ്രിസ്ക് മേസണറി വാൾസ്, കല്ലുകൊണ്ടുള്ള അങ്ങനെയുള്ള വാൾസും ആയിരിക്കണം. ഓക്കെ അല്ലേ അത്? ഇനി അടുത്താണ് റേഡിയേഷൻ. അപ്പൊ അതിനകത്ത് ഡയഗ്നോസ്റ്റിക് ഏരിയയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഏരിയയില് ഫസീല എന്താണ്, ഫസീല ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലാസ്റ്റ് പോയിന്റ് അതായത് ഫ്ലോറ്, തറയില്ലേ, ആ തറ നമ്മളിങ്ങനെ ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, എക്സ്റേ മെഷീൻ, സ്കാനിങ് മെഷീൻ, ഇതൊക്കെ വലിയ കട്ടിയുള്ള മെഷീൻ അല്ലേ, നല്ല വെയിറ്റ് ഉള്ള മെഷീൻ അല്ലേ. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്ലോർ അത്രയും കട്ടിയിലായിരിക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നല്ല ബലമുള്ള ഫ്ലോർ ആയിരിക്കണം. പ്രത്യേകിച്ച് ഈ റേഡിയോളജി റൂം ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ
കേട്ടോ. ആ ലാബ് ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ ഇപ്പൊ ഒരു 10 നിലയുണ്ട്, 10ാമത്തെ നിലയുടെ മുകളിലാണെങ്കിൽ എന്താ പറയാ, നമുക്ക് ഫ്ലോറ് അത്ര ബലമില്ലെങ്കിൽ വല്ല ഇടിഞ്ഞൊടിഞ്ഞ് താഴെ വീഴാൻ പാടില്ലേ അല്ലെ? അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ താഴെയാണെങ്കിൽ നമുക്ക് എത്ര മെഷീൻസും ഹെവി ആയിട്ടുള്ള മെഷീൻസ് നമുക്ക് താങ്ങും അല്ലെ, കുഴപ്പമില്ല. ഇനി പ്രത്യേകിച്ച് ആ റേഡിയോളജി റൂം അതിന്റെ ആ ഫ്ലോറ്, അതായത് റൂം നമ്മുടെ ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ പറയാണ് ആ ഫ്ലോർ എങ്ങനെയായിരിക്കണം, ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ള മെഷീൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. ഇത്രയും ഒരു ബലത്തിൽ വേണം ആ ഫ്ലോറ് നിർമ്മിക്കാൻ. ആ തറ അങ്ങനെ ആയിരിക്കണം. ഓക്കെ, ഇനി ആരാ അവിടെ ഒരാൾ ചോദിച്ചത് വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സ് വായു സഞ്ചാര മാർഗാണ്. നമ്മൾ അതിന് മുന്നേ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞില്ലേ വിൻഡോ ഒഴിവാക്കണമെന്ന്. കുറെ ആ റേഡിയോളജി റൂമിൽ നിറച്ചും ജനലുകളാണെങ്കിൽ എന്ത് ചെയ്യും, ആ റേഡിയേഷൻസ് നമുക്ക് ആ ജനലിൽ തുറഞ്ഞ് ഇപ്പത്തേക്ക് വരില്ല. അതൊക്കെ ആളുകളുടെ മേത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, റേഡിയേഷൻ അല്ലേ ചെയ്യുന്നത് നമ്മള് സ്കാനിങ് ഇതൊക്കെ ചെയ്യുമ്പോഴ്. അപ്പൊ അത് നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നം. അപ്പൊ വിൻഡോ ഒഴിവാക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ വിൻഡോ ഇല്ലാത്തപ്പോ വെന്റിലേഷൻ വേണ്ടേ, അങ്ങോട്ട് വായു സഞ്ചാര മാർഗം വേണ്ടേ? അതിനായിട്ട് ആ വായു സഞ്ചാര മാർഗം വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ജനലില്ല, ജനൽ ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പൊ അവിടേക്ക് വായു കടക്കുന്ന രീതിയിലുള്ള വായു സഞ്ചാര മാർഗങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇനി അടുത്തതാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. എല്ലാവർക്കും ഓക്കെ അല്ലേ എല്ലാ പേഴ്സും? ഓക്കെ, ഇനി നോക്കിയേ നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അപ്പൊ നമ്മൾ കുറച്ച് റിസ്കുകളൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെയാണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കണേ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. പേരിൽ തന്നെ അറിയാലോ, നമ്മളെ ഈ റേഡിയേഷൻസിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത് അതാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതാ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. Radiation protection, also known as radiological protection, is defined by the International Atomic Energy Agency. അവിടെയും ഒരു എക്സ്പാൻഡ് ഫോം നോക്കിയേ, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA. അതൊന്ന് എക്സ്പാൻഡ് ഫോം ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് ഈ IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി? ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഡിഫൈൻ ചെയ്തത് എന്താ? ഇറ്റ്സ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ from injurious effects of exposure to ionizing radiation and means for attaching these. എന്താ നമ്മൾ ഈ റേഡിയേഷനുമായിട്ട് അയണൈസിങ് റേഡിയേഷനുമായി നമ്മൾ കോണ്ടാക്ട് ചെയ്യണം അല്ലെ? അവിടുത്തെ സ്റ്റാഫുകളും എപ്പോഴും ഇത് ചെയ്യുന്നതൊക്കെയല്ലേ ഈ ഇതിങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ പേഷ്യൻസും അത് നമ്മുടെ ഡയഗ്നോസ്റ്റിന്റെ ഭാഗമായിട്ട് ഓരോ സ്കാനിങ്ങും ഇതൊക്കെ പറയുമ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ ഇങ്ങനെ ഈ റേഡിയേഷനുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതിന്റെ ഫലങ്ങളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുക ആണോ? അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ദൂഷ്യം വരാത്ത രീതിയിൽ അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നു. അത് നമ്മൾ നേടുന്നതിനുള്ള മാർഗങ്ങളുമാണ്. അറ്റാച്ചിങ് ദീസ്, അച്ചീവിങ് ദീസ് കണ്ടോ, അത് നേടുന്നതിനുള്ള മാർഗങ്ങളാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ റേഡിയേഷനുമായി സമ്പർക്കം പുലർത്തുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇൻജുറിയസ്, അതിന്റെ ഫലമായിട്ടുള്ള എഫക്റ്റുകൾ, പരിണത ഫലങ്ങളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുന്നതിനും അത് നേടുന്നതിനുള്ള മാർഗങ്ങളുമാണ് ഇത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അവിടെ IAEA എന്താന്നുള്ളതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇതിന്റെ എക്സ്പാൻഡ് ഫോം നോക്കി വെക്കുക. പിന്നെ അടുത്തത് നെക്സ്റ്റ് ഇതിൽ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇതില് നമുക്ക് എല്ലാ എക്സാമിനും ഇതിൽ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കാറുണ്ട്. 3 തരത്തിലുള്ള റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. കിട്ടിയോ? നോക്കി 3 തരത്തിലുള്ള റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഏതൊക്കെയാ? ഒക്യുപേഷണൽ, പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. രണ്ടാമത്തെയാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. മൂന്നാമത്തെയാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ.
ഓക്കെ, ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? ഒക്യുപേഷണൽ നമ്മൾ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്. വിച്ച് ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്? അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ് അവിടുത്തെ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷനാ. ഇപ്പൊ ഞാൻ റേഡിയോളജിയിൽ വർക്ക് ചെയ്യാണ്, ഞാൻ അവിടുത്തെ സ്റ്റാഫാണ്, എന്ത് പ്രൊട്ടക്ഷൻ അല്ലെ? അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ വർക്കേഴ്സിന്റെയും അല്ലെങ്കിൽ ഓരോ സ്റ്റാഫിന്റെയും പ്രൊട്ടക്ഷൻ ആണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പറയുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ട് കണ്ടോ? Okay, which is the protection of workers in circumstances. അതായത് ആ സാഹചര്യത്തില് റേഡിയോളജിയില് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ where their exposure is directly connected to their work. അവരുടെ ജോലിയുടെ ഭാഗമല്ലേ അല്ലേ? അവരുടെ ജോലിയുടെ ഭാഗമല്ലേ സ്കാനിങ് ചെയ്യുക എന്നുള്ളതൊക്കെ? അപ്പൊ അവരുടെ ജോലിയാ, അവർക്ക് അതാണ് ജോലി. അവർ രാവിലെ എന്തോരും ആളുകള് റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ റേഡിയോളജിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അവരുടെ ജോലിയാണ് വരുന്ന പേഷ്യൻസിന് എന്താണ് രോഗം എന്ന് ഡയഗ്നോസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മള് എന്താ ഈ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അല്ലേ അവരുടെ ജോലി. അപ്പൊ അവർക്കത് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അപ്പൊ എപ്പോഴും അവര് ആ റേഡിയേഷൻസും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവരായിരിക്കും, സമ്പർക്കം പുലർത്തുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് നമ്മൾ ഓരോന്നും പറയുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ, പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ റേഡിയോളജി. പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കും. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡാഷ്. വർക്കേഴ്സ് ഉണ്ടാവും, പേഷ്യൻസ് നിന്നുണ്ടാവും, പബ്ലിക് നിന്നുണ്ടാവും, അങ്ങനെ നൺ ഓഫ് ദ എബോന്നോ അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബോന്നോ അങ്ങനെയൊക്കെ ചോദിക്കാം ഓപ്ഷൻ ആയിട്ട്. അപ്പൊ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, വർക്കേഴ്സിന്റെ സംരക്ഷണം, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ സംരക്ഷണം, അതാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. രണ്ടാമത്തെയാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അത് ആർക്കിടെയാന്ന് നോക്കിയേ. വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്. തിരിച്ചും ചോദിക്കും കേട്ടോ. ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് അത് ഏതാന്ന് ചോദിക്കും. എന്നിട്ട് ഓപ്ഷൻ ആയിട്ട് കൊടുക്കും. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അങ്ങനെ തിരിച്ചും ചോദിക്കും. മനസ്സിലാക്കി വെക്കുക. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞത് ആരുടെ പ്രൊട്ടക്ഷൻ ആണ്? വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ്. അത്ര അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. Which is the protection of patients exposed to radiation as part of the diagnosis or treatment. Like അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്, രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട് റേഡിയേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന ആ പേഷ്യൻസിന്റെ സംരക്ഷണമാണ്. നിങ്ങൾക്കറിയാം, നേരെ നമ്മുടെ ഡ്രസ് ഇട്ടോണ്ട്, സാരി ഉടുത്തോണ്ട്, ചുരിദാർ ഇട്ടോണ്ട് ഒക്കെ നേരെ അവിടെ റേഡിയേഷൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്കാനിങ്ങിനൊക്കെ പറ്റുമോ? അവരവിടെ നിന്ന് ഒരു ഡ്രസ്സും അതിന്റെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും തരൂലേ? അത് ഇടിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യണത്? അതെന്താ? നമ്മുടെ പ്രൊട്ടക്ഷൻ ആണ്. ആ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഏത് ഭാഗത്താണോ ആ റേഡിയേഷൻസ് അല്ലെങ്കിൽ സ്കാനിങ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് അതൊഴിച്ച് ബാക്കിയുള്ള ഏരിയ എക്സ്പ്ലോഷർ ചെയ്തിരിക്കുന്നത് അല്ലേ? അത് റേഡിയേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാലോ, ലൈറ്റ് ഇങ്ങനെ ഇതുവരെയല്ലേ നമ്മൾ അതായത് റേഡിയേഷൻ ആണ്. നമ്മുടെ ഉള്ളിലുള്ള കാര്യം കാണണ്ടേ? എന്താ റേഡിയേഷൻ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അല്ലെ? അപ്പൊ അത് രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഏത് ഭാഗമാന്ന് അല്ലെങ്കിൽ അത് വെച്ച് ബാക്കിയുള്ള ഏരിയയിലേക്കൊന്നും ആ ഭാഗത്തേക്കൊന്നും ആ റേഡിയേഷൻ അടിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ട്രീറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ട് റേഡിയേഷൻസ് അല്ലെ ചെയ്യുമ്പോൾ അത് ആ പേഷ്യൻസിന് അതിന് സേഫ് ആവണം അല്ലെ? അവർക്കുടെ പ്രൊട്ടക്ഷൻ അതാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അണ്ടർലൈൻ ചെയ്തോ? Which is the protection of patient. Medical radiation protection means the protection of patients. Then last ആണ് public radiation protection. ഇത് ഞാൻ പറയണ്ട, ആരുടെ പ്രൊട്ടക്ഷനാ? പബ്ലിക്കിന്റെ, പൊതുജനങ്ങളുടെ സംരക്ഷണമാണ് പറഞ്ഞേക്കുന്നത് അല്ലെ? Which is the protection of individual members of the public and of the population in general. പൊതുജനത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും സംരക്ഷണമാണ് ഇത് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. എല്ലാവരും ഇത് പഠിക്കണം കേട്ടോ. ഒക്യുപേഷണൽ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ്, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക്. ഓക്കെ, ക്ലിയർ ആണോ? മൂന്നെണ്ണോ തിരിച്ചു ചോദിക്കും.
തറമായോ? ഇനി മറന്നു പോകുമല്ലോ. അതാണ് ഞാൻ ആദ്യത്തെ പറഞ്ഞേട്ടോ. ഒക്യുപേഷൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ജോലിയാണ്. അപ്പൊ അവരാണ് ജോലി ചെയ്യുന്നത് സ്റ്റാഫ്, വർക്കേഴ്സ് ആണ്. മെഡിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നത് ഒരു പേഷ്യന്റ് ആണല്ലേ. അപ്പൊ പേഷ്യന്റിന്റെ സംരക്ഷണം മറക്കില്ല. രേഷ്മക്കുട്ടി ഇവിടെ ഇട്ട് മറക്കില്ല, മറക്കാൻ പാടില്ല. ഓക്കെ, ഒരു മാർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഏരിയാസ് ഞാൻ പ്രത്യേകം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് കേട്ടോ. ഇത് ഏതെങ്കിലും എക്സാമിനൊക്കെ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാതിരിക്കില്ല. ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ഏരിയകളാണ്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് അറിയാം. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. എന്തായാലും ഉള്ളതാണ് താനും. ഇനി നമുക്ക് നോക്കാം കേട്ടോ. ഓരോരുത്തരുടെയും പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണ് നടപടികള്, നമുക്ക് ഈ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സംരക്ഷണം പറഞ്ഞല്ലോ, പ്രൊട്ടക്ഷൻ പറഞ്ഞല്ലോ. ഈ പ്രൊട്ടക്ഷന് വേണ്ടി ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? അത് 3 ഇതായിട്ടാണ് കൊടുത്തത്, 3 കാറ്റഗറിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫോർ പേഷ്യന്റ് എന്നാണ് കേട്ടോ ആദ്യത്തെ. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ അതാണോ നോക്കിയേ. ഫോർ പേഷ്യന്റ്, യെസ്, ഓക്കെ. അത് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ ആണ്. അതിനു വേണ്ടി ഒരു പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആണ്. ഓക്കെ, ഫോർ പേഷ്യന്റ്. രണ്ടാമത്തെയാണ് ഫോർ സ്റ്റാഫ്. ഇനി സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഫോർ പബ്ലിക്, പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഫോർ പബ്ലിക്, പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നോക്കിയേ, ഫോർ പബ്ലിക് optimization of X-ray or CT dose. Okay, optimization എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കറക്റ്റ് അളവിൽ നൽകണം. എക്സ്റേ CT ഡോസ് ഇല്ലേ? പേഷ്യന്റ് ആണ് അല്ലെ രേഷ്മ? ഓക്കെ, പേഷ്യന്റ് എന്ന് തന്നെയാണ് ആദ്യത്തെ. ഫോർ പേഷ്യന്റ്. ഇനി ആ പേഷ്യന്റിന്റെ ആ രോഗികളുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ്. കറക്റ്റ് അളവിൽ കൊടുക്കണ്ടേ? അളവ് കൂട്ടി കൊടുക്കാൻ പാടുണ്ടോ? അല്ലെ? അതിന്റെ ഡോസ്, CT ഡോസ് അല്ലെങ്കിൽ എക്സ്റേ, ഇതിന്റെയൊക്കെ നമ്മളെ അളവുണ്ട്. ഇത്ര ഇതാണുള്ളത്, അതിന്റെ ആ കറക്റ്റ് അളവിൽ തന്നെ കൊടുക്കണം. അത് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത് നോക്കി, ഷീൽഡിങ് ഓഫ് പേഷ്യന്റ് പാർട്സ്. പേഷ്യന്റിന്റെ ഭാഗം നമ്മൾ മറയ്ക്കണം അല്ലെ? ഷീൽഡിന്റെ ഒരു കവചം അല്ലെ? ആ ഭാഗം മറയ്ക്കണം. ഫുൾ ഓപ്പൺ ആക്കി വെക്കാതെ പേഷ്യന്റിന്റെ പാർട്സ് മറയ്ക്കണം. പീരിയോഡിക് കാലിബ്രൈസേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിശോധിക്കണം. ഇത് മെഷീൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. കണ്ട മെഷീൻസ് ഒക്കെ ഓക്കെ ആണോ? ഇനി എന്തെങ്കിലും കേടായിട്ടൊക്കെ ഇരിക്കുകയാണ്, അതൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദോഷാവൂലേ? അല്ലേ? നമുക്കത് ദോഷാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മെഷീൻസ് ഒക്കെ ഓക്കെ ആണോ, നല്ല വർക്കിംഗ് ആണോ, അതൊക്കെ നോക്കണം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഗുണനിലവാരവും ക്വാളിറ്റി കൺട്രോൾ ഉണ്ടോ, അതൊക്കെ നമ്മൾ നോക്കണം. മെഷീൻസ്, ക്വാളിറ്റി കൺട്രോൾ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. ഇനി reduce the time spent near the X-ray source. കണ്ടോ, എക്സ്റേ സോഴ്സ് അവിടെ ആ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറയ്ക്കണം. റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറയ്ക്കുക. the time spent, കുറെ നേരം ഒന്നും പോയി ഇരിക്കാൻ പാടില്ല അവിടെയൊക്കെ. അവിടെ നമ്മളിപ്പോ കറക്റ്റ് നമ്മളെ വിളിച്ച് നമ്മള് ജസ്റ്റ് എക്സ്റേ അല്ലെങ്കിൽ നമുക്ക് സ്കാനിങ് പറഞ്ഞ് കഴിഞ്ഞ അപ്പൊ തന്നെ നമുക്ക് അവിടെ നിന്ന് പോകാനുള്ള. അത് ചുമ്മാ നമ്മൾ വെറുതെ പോയി അവിടെ ഒന്നും ഇരിക്കാൻ പാടില്ല. അധിക സമയം അവിടെ ഇരുത്താൻ പാടില്ല. ഇത് റേഡിയേഷൻസ് ഒക്കെയാണ്, അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തും അല്ലെ? അപ്പൊ നമുക്ക് പേഷ്യൻസിന് ദോഷമല്ലേ? അതുകൊണ്ടാണ് അതിന്റെ അടുത്ത് ഇരിക്കുന്ന ടൈം എന്ത് ചെയ്യണം? കുറയ്ക്കണം. reduce the time spent near the X-ray source. ഓക്കെ, ക്ലിയർ ആണോ? നമ്മുടെ പേഷ്യന്റിന് വേണ്ടി എന്തൊക്കെയാണ് പ്രൊട്ടക്ഷൻ ചെയ്യണമെന്നുള്ളത്? കറക്റ്റ് അളവിൽ കൊടുക്കണം, പേഷ്യന്റിന്റെ ഭാഗം മറയ്ക്കണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെഷീൻസ് അതിന്റെ ക്വാളിറ്റി ഗുണമേന്മ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം, പരിശോധിക്കണം. പിന്നെ നമ്മൾ അധിക സമയം അവിടെ അവരിരുത്താൻ പാടില്ല. ഓക്കെ, ഇനി അടുത്തതാണ് സ്റ്റാഫ്. ഇനി അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്? സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം? ഫോർ സ്റ്റാഫ്, നോക്കിയേ, adequate distance between the machine and the control panel is
3 meter. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഇത് മിക്കവാറും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിഷീനും കൺട്രോൾ പാനലും തമ്മിലുള്ള മതിയായ ദൂരം എത്രയാ? 3 meter ആണ്. അതായത് അതിന്റെ കൺട്രോൾ എന്താ പറയാ, ഈ കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണ്, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടോ. കൺട്രോൾ ദ സെറ്റിംഗ് ഓഫ് ദ എക്സ്റേ മെഷീൻ. എക്സ്റേ മെഷീനെ, അത് സ്കാനിങ് മെഷീനെ ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഏത്? ആ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. ഇപ്പൊ മെഷീൻ എവിടെയായിരിക്കും അതിനെ കൺട്രോൾ ചെയ്യുന്നത്? വേറെ ഒരു ബോർഡോ സ്വിച്ച് ബോർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതുപോലെയൊക്കെ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ നോക്കിയേ, ഈ ഫാനും അതിന്റെ സ്വിച്ചും ആ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ? അപ്പൊ അങ്ങനെ അതുപോലെ എന്താ പറയാ, ഈ മെഷീനും ആ എക്സ്റേ അല്ലെങ്കിൽ സ്കാനിങ് മെഷീനും അതിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ പാനലും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 3 meter ആയിരിക്കും. അതായത് അതിന്റെ ആ അടുത്ത് തന്നെ കൊണ്ടുവന്ന് കൺട്രോൾ പാനല് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ആ സ്റ്റാഫുകൾ അതിന്റെ അടുത്ത് തന്നെ ഇരുന്ന് അത് കൺട്രോൾ ചെയ്യേണ്ടി വരൂലേ, അല്ലേ? മെഷീന്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചാൽ, ചേർന്ന് കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ തന്നെ ഇരുന്ന് കൺട്രോൾ, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പൊ ആ റേഡിയേഷൻസ് ആ സ്റ്റാഫിലേക്ക് വരാം. എപ്പോഴും നടക്കുന്ന ഒരു കാര്യമില്ലേ? അവര് 24 hours അവർക്ക് അത് തന്നെ ഡ്യൂട്ടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു 3 meter എങ്കിലും അവിടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. അണ്ടർലൈൻ ചെയ്തിട്ടോ. ആഡിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ ഈസ് ഡാഷ് മീറ്റർ. എത്രയാ? 3 meter. ഇനി അടുത്ത് നോക്കി, ലീഡ് അപ്രോൺ, ഉപരിവസ്ത്രം. അപ്രോൺ എന്ന് പറഞ്ഞാൽ ഉപരിവസ്ത്രം. നമ്മുടെ ഡ്രസ് അല്ല, അത് സ്റ്റാഫിന്റെ ഡ്രസ് അല്ല, അതിന്റെ മുകളില് ഓവർകോട്ട് പോലെ അല്ലെ, അതിന്റെ അപ്രോൺ, ലീഡ് അപ്രോൺ, ഉപരിവസ്ത്രം ധരിക്കണം. ഗ്ലൗസ്, കൈയിനെ സംരക്ഷിക്കാനായിട്ട് നമ്മള് ഗ്ലൗസുകൾ ധരിക്കണം. ഗോഗിൾസ്, ഗോഗിൾസ് എന്ന് പറഞ്ഞാൽ കണ്ണടകൾ. അറിയില്ലാത്തവരെ എഴുതി വെച്ചോ കേട്ടോ. കണ്ണിടകള്, ഇതൊക്കെ എന്ത് ചെയ്യണം? ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പൊസിഷനിങ് ദ പേഷ്യന്റ്. പേഷ്യന്റിനെ അത് ചെയ്യൂലേ പൊസിഷനിങ്, അതായത് പേഷ്യൻസിനെ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് ഡ്രസ്, ഓവർകോട്ട്, ആ ഡ്രസ് ധരിക്കണം. ഗ്ലൗസുകൾ, കൈയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗ്ലൗസുകൾ ധരിക്കണം. കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കണ്ണടകൾ ധരിക്കണം. ഇതിനകത്ത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാലേ, റേഡിയോളജിയിൽ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ഡയഗ്നോസിന്റെ ഭാഗമായിട്ടോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ ഒക്കെ കയറിയിട്ടുള്ളവർക്ക് അറിയാം. അവരങ്ങനെയല്ലേ, അല്ലേ? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർക്കുള്ള ഡ്രസ് ഇട്ടിട്ടൊന്നും അല്ല നിൽക്കുന്നത്, അല്ലെ? ഓക്കെ, അടുത്തത് നോക്കിയേ. യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ്, TLD, തെർമോ ലൂമിസെന്റ് ഡോസിമീറ്റർ. അതായത് നമുക്ക് അവിടെ എത്രത്തോളം റേഡിയേഷൻസ് ഒക്കെ ഉണ്ട് അത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ആൻഡ് ഇൻസ്ട്രുമെന്റ് that measure exposure to ionic radiation over a period. അത് എത്രത്തോളം റേഡിയേഷൻസ് ഉണ്ട് അത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, ഉപകരണമാണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസുകൾ ഉപയോഗിക്കണം. അവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, പേഴ്സണൽ എന്ന് കണ്ടോ, അത് സ്റ്റാഫ് ആണ് കേട്ടോ. PRSONNEL, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് എന്നുള്ളതാണ്, വർക്കേഴ്സ് ആണ്. പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസുകൾ യൂസ് ചെയ്യണം. അതായത് ഡോസിമീറ്റർ, അത് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡോസിമീറ്റർ ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ, അങ്ങനെ തന്നെ ചോദിക്കാം. Dash is an instrument that measure exposure of ionic radiation over a given period. അല്ലെങ്കിൽ an instrument that measure exposure to ionic radiation over a given period. അതാണ് ഡോസിമീറ്റർ. അണ്ടർലൈൻ ചെയ്തോ ഡോസിമീറ്റർ. പിന്നെ TLT ഒന്ന് നോക്കി വെച്ചോട്ടോ, തെർമോ ലൂമിസെന്റ് ഡോസിമീറ്റർ. പിന്നെ അടുത്തത് പറഞ്ഞേക്കണേ എന്താ? മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പ്ലോഷർ എവറി മന്ത്. എല്ലാ മാസവും റേഡിയേഷൻ എക്സ്പ്ലോഷർ മോണിറ്റർ ചെയ്യണം. അത് നമ്മൾ എല്ലാ മാസവും ഒക്കെ എന്താ ചെക്ക് ചെയ്യണം. കറക്റ്റ് ഡോസ് ആണോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടാണോ നമ്മളുള്ളത് നോക്കണം, നിരീക്ഷിക്കണം. ഇതെല്ലാം നമ്മൾ ആ റേഡിയോളജിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് പറഞ്ഞത് മെഷീനും കൺട്രോൾ പാനലും തമ്മിലുള്ള ദൂരം 3 meter ആയിരിക്കണം. പിന്നെ അവർക്കുടെ സ്വന്തം ഡ്രസ്സ് കൊണ്ട് കയറാൻ പാടില്ല, അല്ലെ? ഒരു വസ്ത്രം ധരിക്കണം, ഗ്ലൗസ് ധരിക്കണം, കണ്ണടകൾ ധരിക്കണം. പിന്നെ ഡോസിമീറ്റർ ഉപയോഗിക്കണം. അതായത് എത്രത്തോളം റേഡിയേഷൻ ഉണ്ട് അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഡിവൈസ് ആണത്, അത് ഉപയോഗിക്കണം. പിന്നെ റേഡിയേഷൻ എക്സ്പോഷർ എല്ലാ മാസത്തിലും മോണിറ്റർ ചെയ്യണം, നിരീക്ഷിക്കണം. ക്ലിയർ അല്ലേ 4 പോയിന്റ്? യെസ്.
ഇനി അടുത്തത് പബ്ലിക് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ആർക്കടെ പറഞ്ഞു, പേഷ്യന്റിന്റെ പറഞ്ഞു, സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനിയാണ് പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കി. അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്. കണ്ടോ, ഒരു കാര്യമാണ് നമ്മൾ ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ദൂരം കീപ്പ് ചെയ്യണമെന്ന്. അതായത് എല്ലാവരും പോണ വഴിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നൊന്നും വെക്കരുത്. അപ്പൊ എപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരാം അല്ലെ. കാരണം ആ ജനറൽ പൊതു ആ ഒരു വഴിയില്ലേ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയ, അതിൽ നിന്നൊക്കെ കുറച്ച് ദൂരം കീപ്പ് ചെയ്യണം. അത് ആ പൊതുജനങ്ങളുടെ ആ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ദൂരെയായിരിക്കണം. പിന്നെ യൂസ് വാർണിംഗ് ബോർഡ്. അവിടെ എന്ത് വെക്കണം, വാർണിംഗ് ബോർഡ് വെക്കണം കേട്ടോ. നമ്മള് ഹൈ റേഡിയേഷൻ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് നമ്മൾ ആ എന്താ ഈ വാർണിംഗ് ബോർഡുകള് അവിടെ റേഡിയോളജി അല്ലെങ്കിൽ റേഡിയേഷൻസ് നടക്കുകയാണ്, അങ്ങോട്ടേക്ക് ആവശ്യമില്ലാത്തവർക്ക് പ്രവേശനമില്ല, നോ എൻട്രി എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് എന്താ ഒരു വാർണിംഗ് കൊടുക്കാം, മുന്നറിയിപ്പ് കൊടുക്കാം. അങ്ങനെയുള്ള ബോർഡുകൾ ഉപയോഗിക്കണം. അപ്പൊ അത് കാണുമ്പോൾ ആൾക്കാർക്ക് അറിയാമല്ലോ അല്ലെ, അങ്ങോട്ടേക്ക് അനുവാദം ഇല്ലാതെ പോകാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ ഹൈലി റേഡിയേറ്റഡ് ഏരിയ ആണ്, റേഡിയേഷൻസ് നടക്കുകയാണ്. ആ റെഡ് ലൈറ്റ് അല്ലെ, അത് അടുത്തതിൽ പറയുന്നുണ്ട്. റെഡ് ലൈറ്റിന്റെ കാര്യം അടുത്തതിൽ പറയുന്നുണ്ട് കേട്ടോ. 4ാമത്തെ പോയിന്റിൽ അവിടെ പറയുന്നുണ്ട്. അടുത്ത് നോക്കിയേ, യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. യെല്ലോ ഗ്ലോ സൈൻസ്, മഞ്ഞ നിറത്തിലുള്ള സൈനുകള് നമുക്ക് റേഡിയേഷൻ ഏരിയയിൽ വെക്കാം. കണ്ടോ, പോർഷൻ ഹൈ റേഡിയേഷൻ ഏരിയ എന്ന് പറഞ്ഞു വെച്ചേക്കണോ. അങ്ങനെ മഞ്ഞ നിറത്തിലുള്ള തിളങ്ങുന്ന പോലെയുള്ള സൈനുകള് അല്ലെ, ഓരോ സൈൻ സിംബലുകൾ വെച്ചിട്ട് നമുക്ക് അങ്ങനെയുള്ള ഇത് കൊടുക്കാം. അപ്പൊ അതൊക്കെ കാണുമ്പോ അവർക്ക് അറിയാൻ പറ്റും, പബ്ലിക്കിന് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ റേഡിയോളജി ആണ് എന്നൊക്കെ ഉള്ള ഒരു ഇത് കിട്ടും. അപ്പൊ അങ്ങനെ. പിന്നെ ലാസ്റ്റ് പോയിന്റ് നോക്കി, 4ാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ് ആർ ക്ലിയർലി സീൻ ആൻഡ് ലിറ്റ്. ലിറ്റ് എന്ന് വെച്ചാൽ പ്രകാശിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. LIT, ലിറ്റ്, പ്രകാശിക്കുക. When the X-ray machine behind the leader door is discharging radiation to prevent unintentional, മനഃപൂർവ്വമല്ലാത്ത unintentional entry into the room without wearing radiation protection. ഇതെന്താ പറഞ്ഞേക്കുന്നത്, ഇവിടെയാണ് പറഞ്ഞത്. അതായത് നമുക്കറിയാം ആ റേഡിയോളജി റൂം, അതിന്റെ ആ ഡോറിന്റെ മുകളില് ഒരു റെഡ് ലൈറ്റ് കത്തിക്കിടക്കുന്നത്. റെഡ് ലൈറ്റ്, ആ റെഡ് ലൈറ്റ് കണ്ട എന്താ നമുക്ക് മനസ്സിലാവണേ, അവിടെ റേഡിയേഷൻസ് നടക്കുകയാണ്, അല്ലെങ്കിൽ ആ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോഴാണ് അവിടെ ഉള്ളിൽ ഒരു പേഷ്യന്റിനെ നമ്മളിങ്ങനെ ഡേഞ്ചർ ആണ് അല്ലെ, അവിടെ അതാണ് ആ സമയത്ത് മാത്രം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കട്ടോ. എപ്പോഴാണ് ആ പേഷ്യന്റ് ഉണ്ട്, വെരി ഗുഡ്, 5 ഇവിടെ ഇട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ പേഷ്യന്റ് ഉണ്ട്. അതായത് പേഷ്യന്റിനെ അവിടെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാണ് അല്ലെ, അവരവിടെ ഇപ്പൊ നമ്മൾ എക്സ്റേ സ്കാനിങ് ചെയ്യാണ് എന്നൊക്കെ നമുക്ക് പുറമിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ബോധം ഉണ്ടാവാൻ വേണ്ടി, അല്ലെ അവരെ അറിയിക്കാൻ വേണ്ടിയാണ് ലൈറ്റ്. അത് കഴിഞ്ഞ് കഴിയുമ്പോ അവർ ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പൊ ആ ലൈറ്റ് അവിടെ ഡോറിന്റെ മുകളിൽ കണ്ടു കഴിഞ്ഞാൽ എന്താ, അതിന്റെ ഉള്ളിൽ പേഷ്യൻസ് ഉണ്ട്, അപ്പൊ നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ല എന്നാണ് പറഞ്ഞേക്കണേ അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ് ആർ ക്ലിയർലി സീൻ ആൻഡ് ലിറ്റ്. അത് പ്രകാശിപ്പിക്കുന്നു. when the X-ray machine behind the leader door is discharging the radiation, അല്ലെ, ആ ഡോറിന്റെ പുറകില് അവിടെ എന്താ ഇങ്ങനെയൊക്കെ ഇപ്പൊ എന്താ സ്കാനിങ് ചെയ്യുമ്പോ റേഡിയേഷൻസ് വരികയാണല്ലേ. ആ റേഡിയേഷൻസ് അതിൽ നിന്നും ആളുകളെ പ്രിവെന്റ് ചെയ്യാൻ, മനഃപൂർവ്വം അല്ലാതെ ആളുകൾ അങ്ങോട്ട് കയറുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള വാർണിംഗ് ലൈറ്റുകള് ആ ഡോറിന്റെ മുകളിലായിട്ട് ഇട്ടിട്ടുണ്ടാവും. കണ്ടോ, വിയറിംഗ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, അതായത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ആ ഡ്രസ്സുകള് അല്ലെങ്കിൽ അത് ധരിക്കാതെ ആളുകള് പെട്ടെന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ആ ലൈറ്റ് അങ്ങനെ കത്തിച്ചേക്കുന്നത്. അപ്പൊ ലൈറ്റ് കാണുമ്പോ നമുക്ക് എന്താ അറിയാൻ പറ്റുക, ലൈറ്റ് തെളിഞ്ഞു കാണുമ്പോഴ് അല്ലെ, എപ്പോഴും ഉണ്ടാവും. അതാ റേഡിയേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമാണ്, അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ആ ലൈറ്റ് അവിടെ തെളിച്ചിടുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം അതിന്റെ ഉള്ളിൽ ആരുണ്ട്, പേഷ്യന്റ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം.
ഓക്കെ 4 പോയിന്റ് ആണ് പറഞ്ഞിരുന്നത് കേട്ടോ. പബ്ലിക്കിന്റെ ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ദൂരമായിരിക്കണം, വാർണിംഗ് ബോർഡുകൾ വെക്കണം ഉപയോഗിക്കണം, പിന്നെ യെല്ലോ ക്ലോസ് ആയിട്ട് മഞ്ഞ നിറത്തിലുള്ള സൈൻ ബോർഡുകൾ വെക്കണം, പിന്നെ അടുത്തതാണ് നമ്മൾ ആ ലൈറ്റിന്റെ കാര്യം പറഞ്ഞത്, ആ ഡോറിന്റെ മുകളിലായിട്ട് ഇതുണ്ടാവും. എന്തിനാ? നമ്മൾ റേഡിയേഷൻ പ്രൊട്ടക്ഷൻസ് ഒക്കെ ഒന്നും ധരിക്കാതെ തന്നെ മനഃപൂർവ്വം അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ 4 പോയിന്റ്സും കൂടി ഉള്ളൂ, 4 പോയിന്റേ ഉള്ളൂ. അത്രയും കാര്യങ്ങളും അവിടെ കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ഒരു ക്ലാസ് കുറച്ചും കൂടി ഉള്ളു അഡ്മിനിസ്ട്രേഷൻ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും കാര്യങ്ങൾ ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനുകളാണ്, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും. ഓക്കെ താങ്ക് യു.